ഈയാംപാറ്റകൾ. കാലമെന്റെ കാലുകൾക്ക് ചങ്ങലയിട്ടു, ഉളമർന്നന്റെ മടിത്തട്ടിൽ ചിതറിയ പുലരിയും പതിയെ പടിയിറങ്ങിപ്പോകുന്നു. ഇവിടെ ഇന്നാരോ പ്രതീക്ഷയുടെ തിരുനാളം തെളിയിക്കാൻ പതിയെ മറ നീക്കിയെത്തുന്നു. മക്കളെ, എന്റെ പൊന്നു മക്കളെ, അമ്മയ്ക്ക് വിശക്കുന്നു. ഈ അമ്മയുടെ തോരാത്ത മിഴികളിൽ നോക്കിയൊന്ന് ആശ്വസിപ്പിക്കാൻ, എന്റെ വിശപ്പൊന്ന് ശമിപ്പിക്കാൻ പാലൂട്ടിയ കരങ്ങളും കൂട്ടിനില്ല. വിശക്കുന്നു പോലും, വിശപ്പ് സഹിക്കണം. മേലാളന്മാരുടെ എച്ചിൽ കൂനിയിൽ നിന്നും കഴിച്ചതൊന്നും മതിയായില്ലേ? അകലെ മുഴങ്ങുന്ന മരണത്തിന്റെ മണിയൊച്ച കാതോർത്തപ്പോ ആദ്യം വാവിട്ട് കരയാൻ തോന്നി. ഉച്ചത്തിൽ അലറി നോക്കി, കഴിഞ്ഞില്ല. പക്ഷേ മരണം മായാത്ത സത്യം. കിഴവി, മുടി അഴിച്ചിട്ട ഭ്രാന്തിയെ, നിങ്ങളെ കാണുമ്പോ എവിടെയോ ഞാൻ തിരയുന്ന മാതൃത്വത്തിന്റെ രൂപം പോലെ എനിക്ക് തോന്നി. പക്ഷേ നമ്മൾ ഉപേക്ഷിക്കപ്പെട്ട ജന്മങ്ങൾ, ആർക്കും വേണ്ടാത്തവർ. ജോസുമോനെ, വിശക്കുന്നടാ. വല്ലതുണ്ടോ നിന്റെ കയ്യിൽ? താടാ, വിശന്നിട്ടല്ലേ? മുണ്ടാതിരി, കഴിച്ചോ. നീ എനിക്ക് ശരിക്കും എന്റെ മോനെ പോലെ തന്നെയാ. അതോ എനിക്ക് നിന്നെ ഇത്ര ഇഷ്ടം? കള്ളം പറയരുത്, ഇത് ഞാൻ എന്നും കേൾക്കുന്നല്ലേ. നാളെ മേടിച്ചു തരാൻ വേണ്ടി എന്നെ സുഖിപ്പിക്കാൻ നോക്കോ അല്ലേ കള്ളി? ശരിക്കും നീ എനിക്ക് എന്റെ മോനെ പോലെ തന്നെയാ. ഭ്രാന്തിന്റെ ചങ്ങലയാൽ എന്നെ ബന്ധിച്ച് ഈ തെരുവിൽ ഉപേക്ഷിച്ചപ്പോഴും എന്നെ മുന്നോട്ട് നയിച്ചത് നീയാ. നിന്റെ ഈ വികൃതികൾ, നീ തരുന്ന ഭക്ഷണം, നിന്റെ ഈ നിറഞ്ഞ സാന്നിധ്യം. അയ്യോ അമ്മ കരയണ്ട. അമ്മയ്ക്കിപ്പോ ഞാൻ മോനെ പോലെയാ, സമ്മതിച്ചു. ഈ മോൻ എന്താ അമ്മയ്ക്ക് ചെയ്തു തരണ്ടേ? എന്റെ മോനിങ് വന്നേ. വാ, ഇവിടെ അമ്മയുടെ അടുത്തിരി. അങ്ങനെ എന്നാലേ എന്റെ പൊന്നു മോനെ, അമ്മയുടെ കാലിലെ ചങ്ങല ഒന്ന് അഴിച്ചു തരുമോ? അയ്യോ, ഞാനില്ല. തമ്പുരാക്കന്മാർ അമ്മയ്ക്ക് ചാർത്തിത്തുന്ന മരണമാല്യമല്ലേ ഇത്. ഇത് ഞാനഴിക്കില്ല. അങ്ങനെ പറയില്ലേടാ മോനെ, ഒന്ന് അഴിച്ചു താടാ. ഞാനൊന്ന് പതിയെ നടക്കട്ടെ. ഈ പുറം ലോകം കാണാനുള്ള കൊതി കൊണ്ടല്ലേ? അത് പറ്റില്ല, പറ്റില്ല മോനെ, അങ്ങനെ പറയരുത്. നിന്റെ അമ്മയല്ലേടാ പറയുന്നത്. എന്റെ കാലുകൾ വേദനിക്കുന്നടാ. ഞരമ്പുകൾ വലിഞ്ഞു മുറുകി എന്റെ പാദങ്ങൾ തളരുന്നു. ഇതൊന്ന് അഴിച്ചു തരൂ. ഇത് വലിയ ശല്യായല്ലോ. പറഞ്ഞാലും ഈ ചങ്ങല കണ്ണികൾ അടിക്കുവാൻ നിങ്ങൾക്കാവില്ല. നിറയവനത്തിന്റെ സിന്ദൂരരേഖ മായ്ച്ചു കളഞ്ഞ് ഈ കവിളിൽ മുത്തമിട്ടപ്പോ ഇവൾ പോലും അറിയാതെ ഇവൾക്ക് ലഭിച്ച സമ്മാനമാ ഈ ചങ്ങലകൾ. ഇവളുടെ മുടി മുതൽ പാദം വരെ മത്ത് പിടിപ്പിക്കുന്ന ലഹരിയുണ്ട്. ആ ലഹരിക്ക് എത്രയോ പേര് അടിമപ്പെട്ടിരിക്കുന്നു. ഇവളാണ് സ്ത്രീ, ഈ തലമുറയുടെ സ്വപ്ന സുന്ദരി. നീര് പറ്റി വരണ്ട മിഴികളിലേക്കൊന്ന് നോക്ക്. അവർക്ക് കരയാനറിയില്ല. പക്ഷേ മനംതൊന്തവർ പറയുന്ന ശാപവാക്കുകൾ ഈ തലമുറയുടെ അടിത്തറ തന്നെ ഇളക്കാം. ശാപമോ? നൂൽ പൊട്ടിയ പട്ടം പോലെ പാറി പറക്കുന്ന ഈ മനസ്സും കൊണ്ട് ഇവള് ശപിക്കുക. ഞാനിതൊന്നും പെരും മഴ
ശബ്ദവും അല്ലേ? ഇങ്ങേട്ടേക്ക് പോകല്ലേ? ചിരിക്കണോ? ചിരിക്കാം. കരയണോ? കരയോ? പക്ഷേ ദൂരെ നിന്നും തേങ്ങിക്കരയുന്ന ഒരു വേഴാമ്പലിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നില്ലേ? പാവം, ഇന്നലെ രാത്രിയിൽ അത് തനിച്ചായിരുന്നു. കേട്ടില്ല അവരുടെ ദയനീയ ശബ്ദം. നെഞ്ചു പിടഞ്ഞവർ കരയുക. ഈ ചങ്ങലക്കണ്ണികളൊന്ന് അഴിച്ചു മാറ്റ്. ഇവർക്ക് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി. സിമ്പതി ഇവളോടോ അതോ ഈ സ്ത്രീ സമൂഹത്തിനോടോ? രണ്ടും. മേലാളന്മാരുടെ ദാസ്യവേല ചെയ്യാൻ വിധിക്കപ്പെട്ട സ്ത്രീ സമൂഹത്തോടുള്ള സഹതാപം, ജനനം മുതൽ കാതൽ മുഴങ്ങിയ സ്ത്രീയുടെ രോദനം, വിഴുപ്പ് ചുമക്കാൻ വിധിക്കപ്പെട്ട കഴുതകൾ, ആദ്യപാപത്തിന്റെ ശാപം പേറുന്ന ജന്മങ്ങൾ. ഈ സ്ത്രീയുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ അവൾ പോലും അറിയാതെ അവളിൽ അന്തരിക്കുന്ന സൗന്ദര്യത്തെ നെറികെട്ട പാതിരാക്കൂട്ടങ്ങൾ വികൃതമായി കാണുന്നു. അങ്ങനെ അവളുടെ മാനത്തിന് കണ്ണുവെക്കുന്നു. കണ്ണേറേൽക്കുമ്പോ കെടാവിളക്കിൽ തട്ടി ചിറക് കരിഞ്ഞു വീഴുന്ന ഈയാമ്പാറ്റയെ പോലെ അവൾ പലപ്പോഴും മാറുന്നു. അവളൊരു അമ്മയാണ്, സഹോദരിയാണ്, ഈ പ്രപഞ്ചത്തിന്റെ സ്ഥായി ഭാവമാണ്. കൊള്ളാം. നിറയവനത്തിന്റെ ചൂട് പകർന്നു തന്നപ്പോ ഇവൾ പോലും അറിയാതെ ഈ തെരുവിന്റെ മൂലയിൽ നിന്നും ഇവൾക്ക് ലഭിച്ച സമ്മാനം. ഇവളുടെ പൊന്നു മോള്, അച്ഛനാരെന്നറിയാത്ത പാവം സുന്ദരി കുട്ടി 17 പടിവാതിൽക്കൽ പൂത്തു നിൽക്കുന്നു. അവളും ഈ സമൂഹത്തിലെ കണ്ണിലുണ്ണിയ. യുവത്വത്തിന്റെ ത്രസിക്കുന്ന ഞെരുമ്പുകളിൽ ഏറി പകരുന്നവൾ. ഒരു പരന്തും റാഞ്ചിക്കൊണ്ട് പോകാതെ നീ അവളെ സംരക്ഷിക്കണം, എനിക്ക് വേണ്ടി. കൂട്ടങ്ങൾ, കണ്ണിൽ ചോരയില്ലാത്ത വൃത്തികെട്ടവൻ. ഇളമ്പൂ പോലെ മൃദുലമായ ചിന്തകൾ പേർന്ന് നിഷ്കളങ്കയാണവൾ. അവളും ഈ ചതിയുടെ വലയിൽപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. സമ്മതം? 1.25 സമ്മതം ആർക്ക് വേണോടാ? ഇത് ഞങ്ങളുടെ ലോക. കണ്ടും കേട്ടും അറപ്പ് തീർന്ന മേലാള സമൂഹത്തിന്റെ ലോകം. പദവി, പിടിപാട് ഇവ കൂട്ടിനുള്ളപ്പോ ഞങ്ങൾ ആരെ ഭയപ്പെടണോടാ? ഇറങ്ങി പോടാ. മോനെ, തുമ്പി വന്നോ? അവളോടെങ്കിലും ഒന്ന് പറ, എന്റെ കാലിന് കെട്ടൊന്ന് അഴിച്ചു തരാൻ. നീ പുറലോകം ഒന്ന് കാണട്ടെ. ആഗ്രഹങ്ങൾ നിങ്ങൾ ചിറക് മുളപ്പിച്ചിരിക്കുന്നു. പക്ഷേ ജീവിതത്തിന്റെ കൽത്തുറങ്കിൽ നീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് വേണ്ടി, എന്നെ പോലെയുള്ള ഈ സമൂഹത്തിലെ ചോരത്തിളപ്പുള്ളവർക്ക് വേണ്ടി. വാ, അനുഭൂതിയുടെ സ്വർണ്ണ രഥത്തിൽ നമുക്ക് സഞ്ചരിക്കാം. വരാം. എന്റെ കാലില് കെട്ടൊന്ന് അഴിച്ചു തരാമോ? തീർച്ചയായും. മൃദുലമായ നിന്റെ ഈ പാതകൾ നൽകുന്ന അനുചരികൾക്ക് പല നോവലുകൾ ഞാൻ ഈ കാലിന് കെട്ടടിക്കാം. ഞാൻ അഴിച്ചു തരാം. വാ വാ. സന്തതികൾ ഇരമ്പുന്നു. കൂട്ടങ്ങൾ, ഈ ഭൂമിയിലെ അധിപന്മാർ, നാം വെറും തെരുവ് തെണ്ടികൾ, മേലാളന്മാരുടെ വിഴുപ്പ് ചുമക്കാൻ വിധിക്കപ്പെട്ട ജന്മങ്ങൾ. ചായ്പിന്റെ മുകളിൽ ഒന്ന് തല ചായ്ക്കാൻ, വിധി തീർത്ത ചങ്കല കണ്ണികൾ ഒന്ന് പൊട്ടിച്ചെറിയാൻ,
മോഹങ്ങൾ മുരടിച്ച ഞാൻ എപ്പോഴൊക്കെയോ നിറമുള്ള സ്വപ്നങ്ങൾ കാണുവാൻ ഒരുപാട് ആശിച്ചു. പക്ഷേ അബലയായി തീർന്ന എന്നെ നശിപ്പിച്ച് ഭ്രാന്തിയാക്കി ഈ ചങ്ങലകളിൽ ബന്ധിച്ചു. എന്റെ മകളുടെ മുന്നിൽ, ഈ സമൂഹത്തിന്റെ മുന്നിൽ, നിങ്ങളുടെ മുന്നിൽ ഞാനൊരു മുഴുഭ്രാന്തിയായി മാറി. ഭീകര രാത്രിയുടെ അന്ത്യയാമത്തിൽ എന്റെ ഉദരത്തിൽ അവളുടെ ജീവന്റെ വിത്ത് വിതച്ചിട്ട് ആരോ കടന്നു കളഞ്ഞു. ഭ്രാന്ത്, മുഴുത്ത ഭ്രാന്ത്. ഈ ലോകത്ത് ഇത്രയോ ഭ്രാന്തികൾ ഒന്നിനു പുറകെ ഒന്നായി ജന്മമെടുത്ത് വളരുന്നു. സ്ത്രീയുടെ മാനത്തിന് വെറും വിൽപ്പന ചരക്കിന്റെ മൂല്യം മാത്രം. സ്വന്തവും ബന്ധവും പോലും കാൽച്ചുവട്ടിൽ ചവിട്ടി മെതിക്കപ്പെടുന്നു. അണയാത്ത തിരുനാളം പോലെ പ്രഭയുള്ളതാണ് ഈ സ്ത്രീ ജന്മം. പുരുഷന്മാരുടെ ബലഹീനതയ്ക്ക് മുൻപിൽ അടിയറവ പറഞ്ഞ് മാനം നഷ്ടപ്പെട്ട് ജീവൻ ഒടുക്കുന്ന എത്രയോ ജന്മങ്ങൾ. ശരിയാണ്, ഞാൻ ഇന്ന് ഈ പ്രപഞ്ചത്തെ തന്നെ ഭയപ്പെടുന്നു. കാരണം വളർന്നു വരുന്നത് ഒരു പെൺകുഞ്ഞാ. അവൾക്ക് വേണ്ടിയാ ഞാൻ ഈ ഭ്രാന്ത് അഭിനയിക്കുന്നത്. അവൾ ഇതൊന്നും അറിയാതിരിക്കാൻ അവളുടെ നേരിന്റെ വഴികളിൽ ഞാനൊരു മാർഗ തടസ്സമാകാതിരിക്കാൻ. നിന്റെ ഈ അഭിനയത്തിന് അവസാനം ഈ സമൂഹത്തിൽ നീ തനിച്ചായി തീർന്നാലോ? ഈ നെറുകെട്ട തെമ്മാടിക്കൂട്ടങ്ങൾ ശർക്കരയിൽ ഉറുമ്പരിക്കുന്നത് പോലെ നിന്നെ ഇല്ല ഇല്ല അതും കൂടി കാണാൻ എന്റെ ദൈവങ്ങളെ ഈ കിളവിയെ വെച്ചേക്കല്ലേ. എടി, സൗന്ദര്യം സ്ത്രീക്ക് ഒരു ശാപമാ. ചിറകു മുളച്ച സ്വപ്നങ്ങൾ പേറി ഈ പ്രകൃതിയിലൂടെ ഭയമല്ലാതെ ഒന്ന് പാറിപ്പറക്കാൻ എല്ലാ സ്ത്രീകളും കൊതിക്കുന്നുണ്ട്. പക്ഷേ ഇരുളിന്റെ മറവിൽ പതിയിരിക്കുന്ന കഴുകന്റെ കണ്ണുകൾ എപ്പോഴും ഇവർക്ക് ചുറ്റും ഇട്ടമിട്ട് പറക്കുന്നു. ആളിപ്പടരുന്ന തീ. സൂക്ഷിക്കണം, കലികാലമാ. ഈ പ്രകൃതിയിൽ അരങ്ങേറുന്ന മാനഭംഗങ്ങളുടെ വാർത്തകൾ കേൾക്കുമ്പോൾ ചങ്ക പിടയ്ക്കുന്ന നമ്പരത്തോടെ ശ്വാസം അടക്കി നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ. അയ്യോ. അമ്മേ, ഹായ് മുത്തശ്ശി. മുത്തശ്ശിയുടെ സുന്ദരിക്കുട്ടി വന്നോ? ഓ, ഒരു സുന്ദരിക്കുട്ടി. എന്താ, ഞാൻ സുന്ദരിയല്ലേ? ആണേ, സമ്മതിച്ചു. ദാ. ഹായ്, എന്റെ നല്ല ഏട്ടൻ. മോള് പോയി ഇതൊക്കെ ഒന്ന് ഇട്ട് വന്നേ. ഏട്ടൻ ഒന്ന് കാണട്ടെ. മുത്തശ്ശി, ദാ കരിവള. അമ്മേ, അമ്മേ, ദാ കരിവള. ഇത് നോക്കിക്കേ, ഈ അമ്മ. എന്റെ ദൈവങ്ങളെ, ചങ്ക് പിടയുകയാ. പാറിപ്പറക്കുന്ന പൂങ്കാറ്റയെ പോലെ തുള്ളിച്ചാടുന്ന എന്റെ കുഞ്ഞിനെ കാണുമ്പോൾ എന്റെ ചങ്ക് പിടയുകയാ. ഇനി തീർത്ത കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെട്ട എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് മാറോട് ചേർത്തടയ്ക്കാൻ താരാട്ട് പാട്ടിന്റെ ഈരടികൾ മുകളിൽ ഈ മടിയിൽ ഒന്ന് തല ചായ്ച്ചുറക്കുവാൻ കഴിയുന്നില്ലല്ലോ ഈശ്വരാ. ചങ്ക് പൊട്ടിക്കരയുന്ന രണ്ട് പാഴ്ജന്മങ്ങൾ. വിധി, മനുഷ്യൻ മെനഞ്ഞെടുത്ത അർത്ഥമില്ലാത്ത വാക്ക്. ഇവിടെ എന്റെ വിധി നിർണ്ണയിക്കുന്നത് ഞാൻ തന്നെയാണ്. കൈപ്പേറിയ ജീവിതാനുഭവങ്ങളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് തനിച്ചിരിക്കുമ്പോഴും നല്ല ഓർമ്മകൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ശരിയാണ്, നിന്റെ വിരൽ തുമ്പിൽ തൂങ്ങിയല്ലേ കുഞ്ഞുനാൾ മുതൽ അവൾ വളർന്നത്. പണ്ടൊന്ന് നീ വിരൽ തുമ്പിൽ തൂങ്ങിയതിന്റെ രൂപമാണവൾ. അത് നീ മറക്കണ്ട. നെറികെട്ട ജന്മങ്ങൾ. ഒരുത്തനെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാ. ഒന്ന് നിർത്തുന്നുണ്ടോ? നിർത്താടി. ഞാൻ പറയുമ്പോഴല്ലേ നിനക്ക് നോവുന്നത്. അനുഭവിച്ചോ.
ഇതൊന്നും നിനക്ക് പോരാ അല്ലേ? ഒന്നരക്കാലന്റെ താളത്തിനൊപ്പം ഈ തുള്ളിക്കോ? ആ, ഈശ്വരാ, ഇതൊന്നും കാണാൻ എന്നെ വെച്ചേക്കല്ലേ. ജോസ് മോനെ, നിനക്ക് ഒരുപാട് വേദനിച്ചോടാ. ഹേ സാരില്ലമ്മ, ഞാനിത് എത്ര കേട്ടതാ. പക്ഷേ തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴുള്ള വേദന അത് വളരെ വലുതാ. നെഞ്ചിനകത്ത് എന്തോ ഒരു വല്ലാത്ത നീറ്റൽ പോലെ. അമ്മേ, ഇത് നോക്കിക്കേ. ഇപ്പൊ എന്നെ കാണാൻ സുന്ദരിയല്ലേ? ഇത് നോക്കമ്മേ. അല്ല, മുത്തശ്ശി പോയോ? എവിടെ എവിടെ എന്റെ സുന്ദരി? സുന്ദരി തന്നെ. എന്താ നീ ഭയന്നു പോയോ? ഛീ, എന്റെ കയ്യിൽ നിന്ന് വിടൂ. എന്റെ കൈ വേദനിക്കുന്നു. അയ്യോ അയ്യോ, എന്റെ കരിവള പൊട്ടിപ്പോയല്ലോ. ഏട്ടാ, ഏട്ടാ, എന്റെ കരിവളകള്. വിഷഗന്ധം പേരുന്ന സർപ്പങ്ങൾ ഭക്തിച്ചാണ് തുടങ്ങിയ എന്റെ മനസ്സിന് ഉയരേകുന്ന പനിനീർ പൂമൊട്ട് പറിച്ചെറിയാനെത്തുന്ന കഴുകന്റെ ചിറകടി ശബ്ദം ഞാൻ അത്ഭുതമായിരിക്കുന്നു. പൂർണ്ണരൂപമായി നീ എനിക്ക് അനുഭൂതിയുടെ ഒരു കവാടം തുറന്നു തന്നിരിക്കുന്നു. ആ കവാടത്തിന്റെ വാതിലിൽ എന്റെ കരസ്പർശം ഏറ്റുപോ അവളുടെ നെഞ്ചിന്റെ തുടിപ്പ് ചാടാറുണ്ട്. വൃത്തികെട്ടവനെ, ഈ പണ്ടിച്ച ഈ ചങ്ങലകൾ പൊട്ടിച്ച് ഒരിക്കൽ ഞാൻ പുറത്തു വരും. കാലിയടങ്ങാത്ത രുദ്രയെ പോലെ നിന്റെ നെഞ്ചിൽ ചവിട്ടി ഞാൻ സംഹാര താണ്ഡവമാടും. അതിന് നിന്റെ ഈ ജന്മം തികയില്ല. ഞാൻ ആഗ്രഹിച്ചതെന്നും ഞാൻ നേടിയിട്ടുണ്ട്. ആദ്യം നീ, ഇപ്പോ നിന്റെ മകളും. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ആർക്ക് വേണോടി? നീ ശബ്ദിച്ചാ ഒന്നോളാം ഞാൻ. അയ്യോ അയ്യോ അമ്മേ, എന്താ പറ്റിയത്? അയ്യോ അമ്മ ഇതാരും ചെയ്തേ. അയ്യോ അമ്മേ, എന്താ പറ്റിയത്? അയ്യോ എടാ എടാ. ഏട്ടാ, ഇതെന്ത് പറ്റി? അയ്യോ അയ്യോ, ചോരൂ. എന്റെ എന്റെ അമ്മ. അമ്മേ, അമ്മേ, എന്റെ അമ്മേ. ദാ, കൊന്നുകളഞ്ഞല്ലേ? എന്റെ അമ്മേനെ കൊന്നുകളഞ്ഞല്ലേ? പാവം എന്റെ അമ്മ. Objection, Your Honor. One submission, please. Yes, objection sustained.
യുവർ ഓണർ, ഈ നിൽക്കുന്ന എന്റെ കക്ഷി തന്റെ മാതാവിന് തുല്യം സ്നേഹിച്ചിരുന്ന ആളായിരുന്നു കൊല ചെയ്യപ്പെട്ട സ്ത്രീ. കൊല നടന്ന ദിവസം വൈകിട്ട് നിലവിളി കേട്ട എന്റെ കക്ഷി കൊല ചെയ്യപ്പെട്ട സ്ത്രീയുടെ വീടിനടുത്തെത്തുകയും അപ്പോൾ അവിടെ നിത്യസന്ദർശകനായ ഒരു വെള്ളവസ്ത്രധാരിയായ മനുഷ്യൻ രക്തത്തിൽ കുളിച്ച് പുറത്തേക്ക് ഓടിയിറങ്ങുന്നതും എന്റെ കക്ഷി കാണുവാനിടയായി. ഉടൻ തന്നെ എന്റെ കക്ഷി വീട്ടിനുള്ളിൽ പ്രവേശിക്കുകയും മാറിൽ കത്തിക്കുത്തിയിറക്കി മരണവെപ്രാളത്തിൽ പെടുന്ന സ്ത്രീയെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ കത്തി വലിച്ചൂരുകയും ചെയ്തു. ഇത് കണ്ടുകൊണ്ട് ഓടിയെത്തിയ സ്ത്രീയുടെ മകൾ തെറ്റിദ്ധാരണ മൂലമാണ് എന്റെ കക്ഷിയാണ് കൊല നടത്തിയതെന്ന് അവകാശപ്പെടുന്നത്. That's all, Your Honor. ഓർഡർ. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇന്ത്യൻ ശിക്ഷാ നിയമം 376, 302 വകുപ്പുകൾ പ്രകാരം കുറ്റം ചെയ്തതായി ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. താങ്കൾക്ക് ശിക്ഷാവിധിയെക്കുറിച്ച് എന്തെങ്കിലും കോടതിയോട് പറയാനുണ്ടോ? ഞാനിപ്പോഴും പറയുന്നു, എന്നിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം ഞാൻ ചെയ്തിട്ടില്ല. ഞാനാണോ അവരെ മാനഭംഗപ്പെടുത്തിയത്? ഞാനാണോ അവരെ കൊന്നത്? ചോരയിൽ കുതിർന്ന് അവരെ എന്റെ മടിയിൽ കിടത്തിയപ്പോ വെള്ളപൂശിയ കുഴിമാടങ്ങളുടെ മൃഗീയ പീഡനത്തിന്റെ ചോരക്കറ ഞാൻ കണ്ടു. പാവം അവസാന ശ്വാസം എടുത്ത് വലിച്ചപ്പോഴും മോനെന്നാ എന്നെ വിളിച്ചത്. എനിക്ക് അവരെ കൊല്ലാനാവോ? ഒരമ്മയെ മകന് നശിപ്പിക്കാനാവോ? അവരുടെ മാനത്തിന് കണ്ണു വെക്കാനാവോ? ഞാൻ കണ്ടതാ, പലപ്പോഴായി കണ്ടതാ. പലരും പല വാഗ്ദാനങ്ങളും നൽകി അവരെ നശിപ്പിക്കുന്നത്. മേലാള സമൂഹത്തിന്റെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട എത്രയോ സ്ത്രീകൾ, അവർക്ക് ഭ്രാന്തില്ല. അവരുടെ കാലുകളിൽ ബന്ധിച്ച ചങ്ങലകൾ ഈ സമൂഹത്തിലെ ഉന്നതർ എന്ന് സ്വയം നടിക്കുന്നവർ അവർക്ക് നൽകിയതാ. കുറെ നെറികെട്ട നേതാക്കളും തെറ്റുകൾ മൂടിവെക്കുന്ന അധികാരവർഗവും. ഇവർക്ക് ദൈവത്തിന്റെ കോടതിയിൽ മാത്രമേ ശിക്ഷയുള്ളൂ. കാരണം പണം, അധികാരം, ഉന്നത സ്ഥാനം ഇതെല്ലാം ഇവിടെ കോട്ട കെട്ടി സംരക്ഷിക്കുന്നു. ഇനിയും ഈ പീഡന കഥകൾ ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ വീണ്ടും പറയുന്നു, എന്നിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം ഞാൻ ചെയ്തിട്ടില്ല. ഇനിയുള്ളത് കോടതിക്ക് തീരുമാനിക്കാം. വളരെ ക്രൂരവും മൃഗീയമായ കൊലപാതകമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള പീഡനം ഇവിടെ നിത്യം നടന്നുകൊണ്ടിരിക്കുന്നു. മാനഭംഗം, ബലാത്സംഗം, കൊലപാതകം ഇവ കൂടിക്കൊണ്ടിരിക്കുന്നു. മൊബൈൽ ഫോണുകളുടെയും മയക്കുമരുന്നിന്റെയും വഴിവിട്ട ഉപയോഗം പ്രതികളെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുവാനുള്ള പ്രവണതയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു. ഇത് ഈ സമൂഹത്തിനൊരു പാഠമാണ്. ഇത് സമൂഹ മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ച സംഭവമാണ്. ഇനി ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇവിടെ ആവർത്തിക്കുവാൻ പാടില്ല. ആയതിനാൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 376 വകുപ്പ് പ്രകാരം പ്രതിയെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്നതിനോടൊപ്പം ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് പ്രകാരം പ്രതിയെ മരണം വരെ തൂക്കിലേറ്റുവാൻ ഈ കോടതി വിധിക്കുന്നു.
ഒരിക്കൽ ഞാൻ പുറത്തു വരും. കളിയടങ്ങാത്ത രുദ്രയെ പോലെ നിന്റെ നെഞ്ചിൽ ഞാൻ സംഹാര താണ്ഡവമാടും.